നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. സിനിമാ മേഖലയിലുള്ള പലരും ഇതിനൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. ഇത് തീർന്നില്ലേ? അവരൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. വലിയ ആദർശശാലി ആയിരുന്നല്ലോ നിങ്ങൾ. ആ ആദർശങ്ങളൊക്കെ എവിടെ പോയി മരിച്ചു? റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിനിടയിൽ ഇത് തീരുമെന്നുള്ള വേവലാതി വേറെ. അപ്പോഴാ താൻ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. എന്റെ പൊന്നളി, നിനക്കൊന്ന് ശ്രദ്ധ. എനിക്കറിയാൻ തന്നെ ചോദിക്കും, നിനക്ക് എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? വന്നപ്പോ തുടങ്ങിയാണല്ലോ ഇപ്പൊ ഞാൻ പറയുന്നതാണോ? അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസ് ആണ്. അതാണിപ്പോ നമ്മൾ കണ്ടത്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി. കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ സംഭവം കേസാക്കിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് അടുത്തത് മഞ്ജു വാര്യർ തന്നെയായിരിക്കും ഇതുപോലെ മറ്റൊരു സിറ്റുവേഷനിൽ വന്ന് വീഴാൻ പോകുന്നത്. ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും കണക്ക് തീർക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒന്നിലധികം ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്നെ തിരുത്താൻ വരില്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ചൈന ഭാഷ പറയുന്നോടാ. വേടന്റെ കാര്യത്തിൽ ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിച്ച പോലെ. വ്യക്തമായ കാരണം ഞങ്ങൾ പോവില്ല. എനിക്ക് പറയാൻ കാരണങ്ങളില്ല, ഇനി ഒന്നും ഞാൻ പറയേ. സുശീല എല്ലാരും വിളിച്ചു. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.